പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുൻ മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. എറണാകുളം ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയതെന്ന് രേഖപ്പെടുത്തിയാണ് നടപടി. വിവരങ്ങളുമായി വിനയ ചേരുന്നു. മുൻ മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അർജുന, മുൻ മാനേജറെ മർദ്ദിച്ചു എന്ന കേസിലാണ് നടൻ ഉണ്ണി മുകുന്ദനെതിരെയുള്ള മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ കോടതിയാണ് ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. പ്രധാനമായും കോടതി വ്യക്തമാക്കിയത് ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ്. കൂടാതെ തന്നെ പോലീസിന് കേസുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മാനേജറുടെ അല്ലെങ്കിൽ മാനേജർക്കെതിരെ പരാതി നൽകിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റും പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു വിപിൻ കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. താൻ എന്തിനാണ് ഈ ഒരു ഗൂഢാലോചന നടത്തുന്നത് എന്നടക്കം തന്നെ വിപിൻ കുമാർ പറയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. താൻ ഒരു തരത്തിലുമുള്ള ഗൂഢാലോചന നടന്നിട്ടില്ല എന്നടക്കമായിരുന്നു വിപിൻ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നടക്കം തന്നെ വിപിൻ കുമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ണി മുകുന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടെ തന്നെയാണ് ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. പ്രധാനമായും തനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. ഈ കോടതി കേസ് തീർപ്പാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ണി മുകുന്ദന്റെ വാർത്താ സമ്മേളനം മറ്റും നടക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാമെന്നാണ് ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്.